ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ കോടതി രഞ്ജിനിയോട് നിർദ്ദേശിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാൻ പോകുന്നു. നിതിൻ പ്രഭാകർ ചേർന്നു. എത്ര മണിക്കാണ് റിപ്പോർട്ട് പുറത്തുവിടുക? MS ഇന്ന് ഉച്ചയ്ക്ക് 2:30 തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, രഞ്ജിനി 5 മണിക്ക് പുറത്തുവിടുമെന്നായിരുന്നു, അത് മാറി 2:30 വിടുമെന്ന രീതിയിലേക്ക് തിരുത്തൽ വന്നിരിക്കുകയാണോ? തീർച്ചയായും 2:30 റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നടി രഞ്ജിനി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ച ഉടൻ തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള അവസരം ലഭിക്കില്ലല്ലോ. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഏത് രൂപത്തിലായിരിക്കും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഹൈക്കോടതിയിൽ നിന്നും ഈ നിർണായകമായ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഹേമ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇന്ന് 2:30 ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് ഹേമ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുതന്നെ ഈ രഞ്ജിനിയുടെ ഹർജി, അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തത്. MS 2:30 പുറത്തുവിടുന്ന പ്രക്രിയ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ തവണ നമുക്കറിയാം, അവർ ഈ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അവർക്ക് 5 ആളുകളാണ് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് വേണമെന്നും ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ 5 പേർക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാം എന്നാണ് അന്ന് അറിയിച്ചത്. അന്ന് അറിയിച്ചതിന് തൊട്ടുപിറകെ അന്ന് 3:30 ഈ റിപ്പോർട്ട് കൈമാറാമെന്ന് അറിയിച്ചത്. 3:30 ആകുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നിർമ്മാതാവ് നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരു നിർദ്ദേശം ലഭിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ മാറ്റിവെക്കുകയും ചെയ്തത്. തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ നടി രഞ്ജിനി ഹർജിയുമായി സമീപിച്ചതും. നടി രഞ്ജിനിയുടെ ഹർജി ഇന്ന് പരിഗണിച്ച് ഈ ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളി, റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന രഞ്ജിനിയുടെ ആവശ്യം തള്ളുകയും ആ തള്ളിയതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ ഹേമ കമ്മീഷൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരപ്രകാരം, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട 5 പേർക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. MS ഇപ്പോഴത്തെ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാവകാശം ലഭിക്കുമോ? അങ്ങനെ സമീപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടോ? സമീപിച്ചാൽ 2:30 മണിക്ക് ഇത് നൽകുന്ന തടയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ നിമിഷങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം 2 മണിക്ക് കോടതി വീണ്ടും ചേരുകയും ചെയ്യും. ധൃതി പിടിച്ച് ഈ കേസ് കോടതി പരിഗണിക്കുമോ? അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേസ് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ 2 മണിക്ക് ഈ കേസ് പരിഗണിക്കാൻ, സാധാരണ അങ്ങനെ കേസ് പരിഗണിക്കാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് രഞ്ജിനിയുടെ ഹർജിക്കകത്ത് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമോ, ഇപ്പോൾ തന്നെ നിലവിൽ സമീപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കേസ് 2 മണിക്ക് പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഈ 2 മണിക്ക് കേസ് പരിഗണിച്ചാൽ മാത്രമേ 2:30 ഈ ഹർജി, അല്ലെങ്കിൽ 2:30 ഈ ഹേമ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് ഉണ്ടാകണമെങ്കിൽ 2 മണിക്ക് തന്നെ ഈ കേസ് പരിഗണിക്കണം. നിലവിൽ രഞ്ജിനി വ്യക്തമാക്കിയത് താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അത് ഏത് തരത്തിലായിരിക്കും രഞ്ജിനി ഈ കേസിനകത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നതിനെ ആശ്രയിച്ചു മാത്രമായിരിക്കും അതിന്റെ ആ കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരിക. പക്ഷേ ഹേമ കമ്മീഷൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് 2:30 തന്നെ ഈ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട 5 പേർക്കും ഈ റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ്. MS മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. പരാതിക്കാരിക്ക് റിട്ട് ഹർജിയുമായിട്ട് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകാൻ ആണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, S മനു എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന, അതിനുവേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്ന, അതിനുവേണ്ടി പണം മുടക്കിയിരിക്കുന്നവർക്ക് അത് നൽകുമെന്ന് ഉള്ള റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഈ ഉച്ചയ്ക്ക് 2:30 മണിക്ക് മുൻപ് ഇങ്ങനെ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകാനുള്ള നീക്കം രഞ്ജിനി നടത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
എന്തായാലും റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തിട്ടാണ് രഞ്ജിനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. എന്നാൽ ഇത് അപ്പീലായിട്ടല്ല, കേസിൽ കക്ഷിയാണെങ്കിൽ റിട്ട് ഹർജിയുമായിട്ട് സിംഗിൾ ബെഞ്ചിനെയാണ് സമീപിക്കേണ്ടത് എന്നാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് മുൻപ് സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകാമെങ്കിൽ ഇന്ന് തന്നെ കേസ് പരിഗണിക്കും എന്നുള്ള കാര്യം ആലോചിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ 2:30 മണിക്ക് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടവർക്ക് നൽകുമെന്നുള്ള വാർത്ത മറുഭാഗത്ത് വരികയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ അതിൽ വലിയ ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജി മോഹൻ പാറയിൽ നൽകിയ അപ്പീലും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അത് ഒരുപക്ഷെ ഉച്ചകഴിഞ്ഞ് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയങ്ങൾ ഏതൊക്കെ തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ബിനോയ് തോന്നുന്നത്? നിലവിൽ സാംസ്കാരിക വകുപ്പിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അവർക്ക് വിയോജിപ്പോ എതിർപ്പോ ഒന്നും തന്നെ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പകർപ്പിന് വേണ്ടി അപേക്ഷ നൽകിയത് 6 പേരാണ്. അവർക്കുള്ള കോപ്പികളെല്ലാം തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നുള്ള നിയമപരമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് വൈകിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഒരു പക്ഷെ നൽകും എന്ന് പറയുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഉറപ്പ് ഇതുവരെയായും ലഭ്യമായിട്ടില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പിന് വേണ്ടി അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ തന്നെ വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും വിവരാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം സാംസ്കാരിക വകുപ്പിനോട് ആരാഞ്ഞിരുന്നു. ആ വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ചില ഇടങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ വന്നില്ല. അതായത് ഈ സജിമോൻ പാറയിലിന്റെയും മറ്റേ രഞ്ജിയുടെയും ഹർജികളുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം തന്നെ ഈ കോപ്പികൾ ആവശ്യപ്പെട്ട് 6 അപേക്ഷകളാണ് നൽകിയിട്ടുള്ളത്. അവർക്ക് ഇന്ന് തന്നെ കൈമാറും എന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇപ്പോൾ ഉള്ളത് ചെങ്ങന്നൂരാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് ഇന്നലെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നത് കൊണ്ടും നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് കൈമാറാത്തത്. അല്ലാത്ത പക്ഷം സാംസ്കാരിക വകുപ്പിന് ഇത് റിപ്പോർട്ട് കൈമാറുന്നതിലോ അല്ലെങ്കിൽ നൽകുന്നതിലോ തന്നെ യാതൊരു വിയോജിപ്പും ഇല്ല എന്ന് തന്നെ പറയുന്നു. അതേസമയം സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആണ് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയ സ്ത്രീകളുണ്ട്. അവർക്ക് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് അവരുടെ ഭാവി എങ്ങനെ ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ബിനോയ്, ഈ പരാതിക്കാരിക്ക് റിട്ട് ഹർജിയുമായിട്ട് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന് മാത്രമല്ലേ കോടതി പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം നൽകണം, അതുവരെ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നുള്ളൊരു വ്യക്തമാക്കലൊന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്ത സ്ഥിതിക്ക് 2:30 മണി പോലും ആകേണ്ടതില്ല. ഈ ഹർജി തള്ളിയ നിമിഷം തന്നെ ഇത് പുറത്ത് നൽകാവുന്ന ഒരവസ്ഥ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ഇതിനകത്ത് കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല. മറ്റ് ബെഞ്ചിലേക്ക് സമീപിക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതേസമയം റിപ്പോർട്ട് കൈമാറണമെന്നോ കൈമാറണ്ടെന്നോ പറയാത്തൊരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നമായി സാംസ്കാരിക വകുപ്പിൽ നിന്നുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അവർ പറയുന്നത് 5 മണിയോടുകൂടി ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാകും. അത് അങ്ങനെയാണ് ഈ അപേക്ഷ നൽകിയവർക്ക് ഈ അവസാനം ഈ സാംസ്കാരിക വകുപ്പുമായി ഇപ്പോഴും ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 5 മണിയോടുകൂടി ഒരു വ്യക്തത ഉണ്ടാവും. മിക്കവാറും ഇന്ന് തന്നെ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ കഴിയും. കാരണം വീണ്ടും ഈ ഹർജി ചിലപ്പോൾ പരിഗണിക്കാനുള്ള സാധ്യത ഉച്ചയ്ക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടിയുള്ള നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഒന്ന് കാത്തതിന് ശേഷം ഇന്ന് തന്നെ നൽകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അത് എന്തുകൊണ്ട് റിപ്പോർട്ട് കൈമാറാത്തത് അതിൽ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ല, വൈകിട്ട് 5 മണി വരെ എന്ന് പറയുന്ന ഒരു സാവകാശം എന്ന് പറയുന്നത് ചിലർക്ക് ഇത് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് ഇടപെടാനും മറ്റുമുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കലാണ്. അങ്ങനെയല്ല വേണ്ടത്. ഞങ്ങൾ ഇതിന് പണമടച്ച് വിവരാവകാശ നിയമപ്രകാരം എത്ര ദിവസമായി ഇതിൻ്റെ പിറകെ നടക്കുന്നു. കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഹർജി തള്ളിയിട്ടും പിന്നെയും ഒരു വൈകിട്ട് 5 മണി വരെ എന്ന് പറയുന്നത് മറ്റാർക്കോ വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ളൊരു സാവകാശം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതല്ലേ എന്നാണ് ഇതിനു വേണ്ടി പണം മുടക്കിയവർ പലരും ചോദിക്കുന്നത്. ബിനോയ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഈ സാവകാശം പലപ്പോഴായി നൽകുമ്പോൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആർക്ക് വേണ്ടിയാണ്
കോടതിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കോടതി ഒരു വിലക്ക് പോലും ഏർപ്പെടുത്താത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഈ കാലതാമസം ഉണ്ടാക്കുന്നത് എന്നുള്ള തരത്തിലാണ് പലപ്പോഴായി പല ഭാഗത്തുനിന്നും ഉയർന്നത്. ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വിവരാവകാശ കമ്മീഷന് മുന്നിലേക്ക് ഈ അപേക്ഷ നൽകിയ ആളുകൾ എത്തിയത്. അപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് സാങ്കേതികമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നിലനിൽക്കുന്നില്ല, കോടതിയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകളില്ല. പിന്നീട് ഉള്ള ഒരു പ്രതിസന്ധി കോടതിയിൽ ഈ ഹർജി നിലനിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് നൽകണ്ട എന്ന് കോടതി ഇതുവരെയായും പറയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ ഒരു കാലതാമസം വരുത്തുന്നതിന്റെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താമസിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് തന്നെയാണ് ഇതുമായി സംബന്ധിച്ച് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളും പറയുന്നത്. അതെ, ഇതിലിപ്പോൾ ഈ വാർത്ത നമ്മൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും രണ്ട് സമയക്രമങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉച്ചയ്ക്ക് 2:30 ഒരു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും, അതല്ല വൈകിട്ട് 5 മണിയോടുകൂടി അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ള രണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത സമയക്രമങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തയിൽ നിന്ന് പിന്മാറാം എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സാംസ്കാരിക വകുപ്പ് ഒരു പൂർണ്ണമായൊരു സമയം പറയുന്നില്ല. 3 മണി 2:30-3 മണി പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണി പറയുന്നുണ്ട്. എന്താണ് സാംസ്കാരിക വകുപ്പ് ഇത്തരത്തിൽ ഒരു ഒളിച്ചുകളിയിലേക്ക് നീങ്ങുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുന്നില്ല. ഇത് തന്നെയാണ് വിവരാവകാശ കമ്മീഷന് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് കൃത്യമായൊരു തീരുമാനം ഒരുപക്ഷെ കോടതിയെ അറിയിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകിയവരെ അറിയിക്കണം. ഒരു സമയം പറയുന്നു 5 മണി, അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനൊരു കൃത്യമായ ഒരു സമയവും തീയതിയും പറയണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിന് ഇതോട് വിശദീകരണം തേടിയത്. അത്തരത്തിൽ ഒരു വിശദീകരണം തേടിയിട്ടും സാംസ്കാരിക വകുപ്പ് എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സമയത്തെക്കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനം അറിയിക്കാത്തത് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ശരി, സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. ഇതോടുകൂടി ഏറെ വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിലോ ഉച്ചയ്ക്ക് 2:30 പുറത്തു വിട്ടേക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന സൂചന. നേരത്തെ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അറിയിച്ചിരുന്നത്. എന്നാൽ തങ്ങൾ കൊടുത്ത മൊഴി തന്നെയാണോ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതെന്ന് അറിയില്ലെന്നും തങ്ങളെ കാണിക്കാതെ മൊഴി പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ട് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജി തള്ളിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടിക്ക് വേണമെങ്കിൽ ഈ വിഷയം ഉന്നയിച്ച് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് താൻ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് നടി തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതി വിധിക്ക് അനുസൃതമായിരിക്കും തുടർ നടപടികൾ എന്നാണ് ശനിയാഴ്ച സാംസ്കാരിക വകുപ്പിൻ്റെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ SPIO വിവരാവകാശ അപേക്ഷകരെ അറിയിച്ചിരുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായിട്ടൊരു തടസ്സവും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഇല്ല എന്നിരിക്കെ നടിയുടെ അഭ്യർത്ഥനയിൽ റിപ്പോർട്ട് തടഞ്ഞ SPIOയുടെ നടപടിക്കെതിരെ അപേക്ഷകർ വിവരാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ SPIOയോട് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം അടിയന്തര വിശദീകരണം തേടുകയും ചെയ്തിരുന്ന കാര്യം കൂടി ഇതോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. നിർമ്മാതാവ് സജി മോഹൻ പാറയലിൻ്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ തന്നെ 11 മണിക്ക് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് സാംസ്കാരിക വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് വെള്ളിയാഴ്ച നടി രഞ്ജിനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതോടുകൂടി സർക്കാർ പിന്നാക്കം പോവുകയായിരുന്നു. താനും കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ടെന്നും തന്നെ കൂടി കേൾക്കണമെന്നുമാണ് രഞ്ജിനി ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും സിംഗിൾ ബെഞ്ചിനെ രഞ്ജിനി സമീപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അതിലൊക്കെ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 2:30, വൈകിട്ട് 5 മണി എന്നീ രണ്ട് സമയക്രമങ്ങളാണ് ഇപ്പോൾ മുമ്പിലുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന്.